എന്റെ പൊന്നോ സ്നേഹമുള്ളവരെ, നമ്മള് ഈ കഴിഞ്ഞ ദിവസം സഞ്ജു സാംസന്റെ കളിയുണ്ട്. എന്റെ അമ്മോ, എനിക്കത് നമ്മളെല്ലാവരും മലയാളികളൊക്കെ കാത്തിരുന്ന ഒരു കിടു സാധനം. സഞ്ജു കുട്ട, സഞ്ജു ചേട്ടാ, ഒന്നും പറയാനില്ല. ഇതാണ് ഈ മലയാളികൾ, ഈ ലോകം മുഴുവൻ ഇന്ത്യക്കാർ കാത്തിരുന്ന ഒരു സാധനം. ആ അവസാനത്തെ ഓവറിൽ ആ ഒരു സിക്സ്, അവസാനം ആ ബൗണ്ടറിയിലേക്ക് പറഞ്ഞു വിട്ട ആ ബോൾ, അത് കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയ ഒരു സാധനമുണ്ട്, ഒരു രോമാഞ്ചിഫിക്കേഷൻ. ആ സഞ്ജുവിന്റെ ആ ബോൾ ബൗണ്ടറി കടന്നപ്പോഴല്ലോ നമ്മുടെ ഉള്ളിലേക്ക് ഒരു 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 സാധനം കുത്തി വെക്കാറുണ്ട്. അതാണ് ഒരു രോമാഞ്ചിഫിക്കേഷൻ എന്ന് പറഞ്ഞ സാധനം. എന്റെ ദൈവമേ, അതാണ് സഞ്ജുവിനെ നമ്മളൊക്കെ കാത്തിരുന്നത്. ഇതാണ് സഞ്ജുവിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അത് നമ്മളെ മലയാളികളെ, ഇന്ത്യക്കാരെ മുഴുവൻ ഒരുപാട് സന്തോഷത്തിലേക്ക് സഞ്ജു നമ്മളെ തള്ളി വിട്ടു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഈഡൻ ഏകദേശം 50 പന്തിൽ നിന്ന് 97 റൺസ്, അതും 12 ബൗണ്ടറികളും 4 നല്ല സിക്സുകളും. വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഇന്നിംഗ്സ് ആയിരുന്നു. ഒരു ഇമ്മച്യൂർഡ് ഷോട്ട് പോലും അതിലുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇതാണ് ഞങ്ങൾ സഞ്ജുവിൽ നിന്ന് പ്രതീക്ഷിച്ചത്. ഇനിയും സഞ്ജുവിന് നന്നായിട്ട് ഇതേപോലെ പെർഫോം ചെയ്യാനായിട്ട്, ഇന്ത്യയെ വിജയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ സഞ്ജുവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഞ്ജു 20ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിൽ കയറി പറ്റിയ ആളാണ് സഞ്ജു സാംസൺ. ഈ സഞ്ജു സാംസൺ ഇപ്പോഴും സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ സഞ്ജുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, കീപ്പ് ഓൺ ട്രൈ എന്ന് പറഞ്ഞാൽ. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സഞ്ജുവിനെ ഇന്നലത്തെ ആ പെർഫോമൻസിലേക്ക്, കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലേക്ക് അവനെ നയിച്ച ഒരു വലിയ ഒരു ഘടകം. നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് നമ്മുടെ സൂര്യകുമാർ യാദവുമായിട്ടുള്ള പ്രസ് കോൺഫറൻസ്. അതിൽ സൂര്യകുമാറിന്റെ ഒരു ചിരിയുണ്ട്. അതായത് തിലകിനെയും അഭിഷേകിനെയും മാറ്റിയിട്ട് വേണോ സഞ്ജുവിനെ ഉൾപ്പെടുത്താന്ന് പറയുമ്പോൾ ഉള്ള ഒരു ചിരി. നമുക്ക് ബൈബിളിൽ ഒരു സെയിങ് ഉണ്ട്, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. നമുക്കറിയില്ല ആരിലൂടെയാണ് വിജയം കൊണ്ടുവരിക, ആരാണ് നമുക്ക് അടിത്തറ പാകാന്നൊന്നും. കഴിഞ്ഞ ദിവസത്തെ മത്സരത്തില് സഞ്ജു ആണ് അടിത്തറ പാകിയെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ സഞ്ജുവിന്റെ ഒരു വലിയൊരു ആറ്റിറ്റ്യൂഡാണ്, വലിയൊരു ക്യാരക്ടറാണ്. ഹംബിൾ ആൻഡ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ, അതായത് അവൻ ഡൗൺ ടു എർത്ത് ആണ്. എന്തൊക്കെ അവനെ ഒരുപാട് തഴച്ചിലുകൾ, ഒരുപാട് മാറ്റി നിർത്തലുകളൊക്കെ ഉണ്ടായിട്ട് അവൻ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് എല്ലാവരോടും വളരെ സിമ്പിൾ ആയിട്ട് ഇടപെടുന്നു. അതാണ് സഞ്ജുവിനെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള ഒരു വലിയ കാരണം. സഞ്ജുവിന്റെ ഡൗൺ ടു എർത്ത് ക്യാരക്ടർ ഉള്ളത് അത് വേറൊരു ലെവൽ സാധനമാണ്. അതോടൊപ്പം സഞ്ജുവിൽ നമ്മൾ പഠിക്കേണ്ട വേറൊരു പാഠമുണ്ട്. അതായത് നമ്മൾ ആ കഴിഞ്ഞ മത്സരത്തിൽ അവസാനത്തെ ബൗണ്ടറി കഴിയുമ്പോൾ സഞ്ജു മുട്ടുകുത്തി ഒന്ന് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിനടുത്ത് പോയി എപ്പോഴാണെന്നറിയാം, നമുക്ക് രോഗം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ദൈവത്തിനടുത്ത് പോയി പ്രാർത്ഥിക്കും, അനുഗ്രഹങ്ങൾ ചോദിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല നിമിഷം വരുമ്പോൾ, സന്തോഷം വരുമ്പോൾ, ദൈവത്തിന്റെ അനുഗ്രഹം വരുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തോട് മാത്രമല്ലെന്നേ, നമ്മുടെ കൂടെയുള്ളവരോട്, നമ്മളെ സഹായിച്ചവരോട് നമുക്ക് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും നന്ദി പറയാൻ. അതോടൊപ്പം കീപ്പ് ഓൺ ട്രൈ എന്ന് പറഞ്ഞ് നമ്മൾ അധ്വാനിക്കുമ്പോൾ വിജയത്തിന് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാനായിട്ട് പറ്റില്ല. വിജയം നമ്മുടെ അടുത്ത് വരും. അതോടൊപ്പം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുത്തക്ക രീതിയിൽ നമ്മളെ മാറ്റണമെങ്കിൽ നമുക്ക് ഡൗൺ ടു എർത്ത് ക്യാരക്ടർ വേണം. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ, എല്ലാവരുടെ അടുത്തും സിമ്പിൾ ആയിട്ട് ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് നമുക്ക് സഞ്ജു വലിയൊരു ഇൻസ്പിറേഷനാണ്. ഇനിയുള്ള മത്സരങ്ങളുണ്ട്, സെമി ഫൈനലും ഫൈനലും. സഞ്ജു